ഇന്ന് ഞാനൊരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ് കേട്ടോ. എൻ്റെ കുറേ കാലത്തെ ഒരാഗ്രഹമായിരുന്നു ശരിക്കും. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും അത്ര എളുപ്പമല്ല. ആദ്യം നമ്മൾ നന്നായി കംഫർട്ട് ചെയ്ത് നമ്മുടെ മൂക്കിൻ്റെ പൊസിഷനൊക്കെ നോക്കി നന്നായിട്ട് നമ്മളോട് സംസാരിക്കും കേട്ടോ. പെട്ടെന്നൊരു നിമിഷത്തേക്കായിരിക്കും ആ സൂചി അങ്ങോട്ട് കുത്തി കയറ്റണം. ഈ ഒരു സമയത്ത് അമ്മയെ അച്ഛാന്ന് നിലവിളിച്ചാൽ പോലും നമ്മുടെ കൂടെയുള്ള ഈ പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവില്ല. കാരണം ഈ പുള്ളിക്കാരത്ത് ഇംഗ്ലീഷല്ലേ. ഇവിടെ ഇരിക്കുന്ന ഓരോ സെക്കൻഡും ഞാൻ ആലോചിച്ചത് എന്തിന് ഞാൻ എന്നോട് ഈ ക്രൂരത കാണിച്ചു എന്നായിരുന്നു. വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെ ഒരു സൂചി മൂക്കിൽ ഇങ്ങനെ കുറേ നേരം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈ നോക്കിക്കേ, എപ്പോഴും മൂക്കിൽ പിടിക്കുന്നതുകൊണ്ട് ആ പുള്ളിക്കാരത്തി പിടിക്കരുത് എന്ന് പറഞ്ഞ് അങ്ങനെ കൈ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. പക്ഷെ ആള് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്യാനൊക്കെ നോക്കും. വേദന ഞാൻ തന്നെ ചൂസ് ചെയ്തത് കൊണ്ട് എനിക്ക് അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലാതായി പോയതല്ലേ. ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് പിയേഴ്സിംഗ് ആണെന്ന് കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിയേഴ്സിംഗ് ഓപ്റ്റ് ചെയ്തത്. ഒരു ടീനേജ് ടൈം ഉണ്ടല്ലോ, അതായത് ഒരു 10th +1 +2 ടൈമിലൊക്കെ മൂക്കുത്താൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. മൂക്കുത്താൻ ആഗ്രഹമാണെങ്കിലും വീട്ടിൽ പറയാൻ പേടിയായിരുന്നു കേട്ടോ. കാരണം വീട്ടിലാരും മൂക്കൊന്നും കുത്തിയിട്ടില്ല, അവർ സമ്മതിക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ട്. ഇപ്പോൾ പിന്നെ പുറത്തായതുകൊണ്ട് മൂക്ക് കുത്തി വീട്ടിൽ ചെന്നാലും വഴക്ക് പറയാൻ ആരും ഇല്ലല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ശരിക്കും ഇത് കുത്തിയത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് 500 രൂപയ്ക്ക് കഴിഞ്ഞേനെ. ഇവിടെ ആയതുകൊണ്ട് 10,3500 രൂപയായി. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, അതേ നമ്മൾ ഹാപ്പിയാണ്, അത് മാത്രം നോക്കുക. എന്തായാലും കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. അതങ്ങനെ കഴിഞ്ഞല്ലോ എന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഇനി എന്തായാലും ഉടനെ ഞാൻ ഇങ്ങനെ സാഹചര്യത്തിന് പുറപ്പെടുണ്ടാവില്ല. അപ്പോൾ ബൈ.